ദാനം വാങ്ങുന്നയാൾക്ക് പോലും ഇതാരാ തനിക്ക് തന്നതെന്ന് അറിയാത്ത വിധം പേര് വെളിപ്പെടുത്താതെയാണ് എനിക്കറിയാവുന്ന മുസ്ലിങ്ങളൊക്കെ ദാനധർമാദികൾ ചെയ്യാറ്. എന്നാൽ ഈ ഉസ്താദ് എവിടെയൊക്കെയോ മുസ്ലിങ്ങൾ ചെയ്യുന്ന ദാനധർമാദികളെയൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് ഇതാ ഇങ്ങനെ ചെയ്തിരിക്കുന്നു, അവർ അങ്ങനെ ചെയ്തിരിക്കുന്നു, സംഖ്യകൾ ഇങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ, ഞങ്ങൾ ജാതി നോക്കുന്നില്ല, മതം നോക്കുന്നില്ല, ഇത്ര കൊടുത്തിരിക്കുന്നു, ഇത്ര 1000 ഇത്ര ലക്ഷം കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇദ്ദേഹത്തിൻ്റെ കൈകൊണ്ടാകണം ഇസ്ലാം മതത്തിൻ്റെ അന്ത്യം എന്നാണ് ഇദ്ദേഹം കരുതുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നാനുള്ള പ്രധാന കാരണം ഈ ഇങ്ങനെ ദാനം കൊടുക്കുന്നത് കൊട്ടിഘോഷിക്കുന്നത് മാത്രമല്ല, എവിടെയൊക്കെയോ ആരൊക്കെയോ ശ്രദ്ധിക്കാതെ പോകുന്ന വീഡിയോകൾ, അതായത് ഇസ്ലാം മതത്തിൻ്റെ മോശം വശങ്ങൾ കാണിക്കുന്ന വീഡിയോകൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിന് മറ്റുള്ളവർ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ അത് പിന്നെയും സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടെത്തിച്ച് അത് ഇസ്ലാം മതത്തിനകത്ത് തന്നെ ഇസ്ലാം മതത്തിനോട് വെറുപ്പ് തോന്നത്തക്ക രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹം ചിക്കിച്ച് കഴിഞ്ഞെടുത്ത് കൊണ്ടുവരുന്നത് കാണുമ്പോഴാണ് ഇങ്ങനെ ഒരു സംശയം ബലപ്പെടുന്നത്. ഹലാല് വളരെ നിർദോഷമാണ്, ഇസ്ലാമാണെന്നല്ലേ എന്ന് നമ്മുടെ ചോദ്യം. ജനൻ ടിവിയിൽ നമ്മൾ ഹലാൽ ചർച്ചയിൽ ഭക്ഷണത്തിൽ തുപ്പുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചിരുന്നു. ഇപ്പോഴും ഇത് നിർബാധം തുടരുന്നു. നമ്മുടെ പണ്ഡിതന്മാര് വിശുദ്ധമായ ഖുർആന്റെ മന്ത്രോച്ചാരണങ്ങൾ അത് ജപിച്ച് അത് നൽകിയതിന്റെ പേരിൽ അത് ഭക്ഷണത്തിൽ തുപ്പലായി, ഭക്ഷണത്തിൽ തുപ്പുമ്പോഴാണ് ഭക്ഷണം ഹലാലാകുന്നത്. ഇതെന്തോ ഏട്ടാ, ആ സുരേഷിന്റെ തലയിലും തുപ്പിക്കേ, ഇതൊക്കെ നമ്മുടെ മഹത്തായ സംസ്കാരമാണ്. തുപ്പിക്കൊടു. രമേശിന് കിട്ടില്ലെങ്കിൽ രമേശിന്റെ തലയിലും തുപ്പിക്കേ. അപ്പോൾ ഉസ്താദെ, ഇവിടെ ഈ സ്ത്രീ തുപ്പുമ്പോൾ വിശ്വാസികളല്ലാത്ത മറ്റാർക്കുമോ അല്ലെങ്കിൽ മറ്റു മതക്കാർക്കോ ഒന്നും യാതൊരു ശല്യമാകുന്നില്ല. തുപ്പൽ ഏറ്റുവാങ്ങാൻ നിൽക്കുന്നവരുടെ തലയിൽ മാത്രമാണ് അവർ തുപ്പുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ തടയാനോ അതിനെ എതിർക്കാനോ താങ്കൾക്കോ എനിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ യാതൊരു അവകാശവുമില്ല. എന്നാൽ ഹോട്ടലുകളിലും പരിപാടികളിലൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ തുപ്പുക എന്ന് പറഞ്ഞാൽ മറ്റു മതക്കാരും വന്നിട്ട് അതിൽ ഈ തുപ്പൽ ഇഷ്ടപ്പെടാത്തവരെ കൊണ്ടും നിങ്ങൾ അവരറിയാതെ തീറ്റിക്കുന്നില്ലേ? അതല്ലേ ഇതിൽ പ്രശ്നം. അല്ലാതെ നിങ്ങളുടെ പ്രൈവറ്റ് കാര്യങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. 16 വർഷം പുള്ളി ഈ തുപ്പൽ ജോലി ചെയ്തു. രാവിലെ എണീറ്റ് ഒരു 5:30 മണിയാകുമ്പോൾ ഈ ഹോട്ടലുകളിൽ പോവുക, എന്നിട്ട് ദോശമാവ്, ചപ്പാത്തിയുടെ, പൊറോട്ട, ഇതിലെല്ലാം തുപ്പും. അങ്ങേരുടെ അമ്മയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് വയ്യാതായി കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് പറയാൻ ഇങ്ങനെ സ്ഥലം പറയാൻ പറ്റും. അല്ലെ, തുപ്പിക്കൊണ്ടിരുന്നത് കോഴിക്കോടാണ്. മലപ്പുറത്തല്ല. അപ്പോൾ ഇത് ഉള്ളതാണ്. നോർത്തിൽ ഇത് വളരെ കൂടുതലാണ്. അവിടെയുണ്ട്. നോർത്തിൽ ഈ ചപ്പാത്തി പരത്തുന്ന പയ്യൻ ചപ്പാത്തി പരത്തുന്നതിനിടയ്ക്ക് അതിലൊന്ന് തുപ്പും, പിന്നെയും പരത്തും. അതിൻ്റെ വീഡിയോ പുറത്തു വന്നു.